നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. തീർന്നു. എന്റെ എല്ലാ കള്ളത്തരങ്ങളും പൊളിയാൻ പോവുക. അത് നിനക്ക് തോന്നിയതായിരിക്കും. ഒരാളെ പോലെ 7 പേരുണ്ടെന്നല്ലേ പറയാറ്? അതൊന്നും അല്ലമ്മേ, ഇയാളെ തന്നെ ഞാൻ കണ്ടേ. ലക്ഷ്മി ചേച്ചി പറഞ്ഞത് ശരിയാ. ഈ ചേട്ടനെ ഞാനും കണ്ടിട്ടുണ്ട്. ചേട്ടൻ ഞങ്ങളുടെ നാട്ടിൽ വന്നിട്ടുണ്ടോ? ഏയ് ഇല്ല. എന്തൊരു ഓർമ്മശക്തിയായി ഈ നരുന്ന പെണ്ണിന്. പക്ഷെ ഞാൻ ഈ ചേട്ടനെ കണ്ടിട്ടുണ്ട്. ഞാനും കണ്ടിട്ടുണ്ട്. എവിടെ വെച്ചാ കണ്ടെന്ന് ഓർമ്മ കിട്ടുന്നില്ല. എല്ലാരും കേറി വാ. മാഡം ഒരു മിനിറ്റ്. പാർവതി, അമ്മയോടും ചേച്ചിയോടും കുട്ടികളോടൊക്കെ വേഗം ഒന്ന് റെഡിയാവാൻ പറ. ഇവരിവിടെ ആദ്യമായിട്ടല്ലേ വരുന്നത്. അപ്പോ ടൗണൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാം. ഞങ്ങളെ എല്ലായിടത്തും കൊണ്ടുപോകണമെന്ന് പാറുവിനോട് ഞങ്ങൾ പറയാൻ പോവായിരുന്നു. എങ്കിൽ വേഗം റെഡി ആയിക്കോ. പാർവതി റെഡിയാവ്. ഞാൻ പോയി ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് വരാം. പാറുവിനെയും വീട്ടുകാരെയും കൂട്ടി കറങ്ങാൻ പോണോന്ന് ഞാൻ പ്ലാൻ ചെയ്തതാ. കൈലാഷ് സാർ അത് കുളമാക്കി. വാ, നമുക്ക് പോവാം. അകത്തേക്ക് വരും. ചേച്ചി ഞാൻ എടുക്കാം. എന്നാലും ഞാൻ ഇയാളെ എവിടെയാ കണ്ടേ? പ്രിയൻ, എനിക്കൊരു ഹെൽപ്പ് ചെയ്യണം. എന്താ സാർ? കരുണാകരൻ സാർ ഇന്ന് ലീവാണെന്ന് പ്രിയൻ അറിയാലോ. ഞാനും അവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് പ്രിയൻ ഫുൾ ടൈം കമ്പനിയിലുണ്ടാവണം. കൈലാഷ് സാറിന്റെ പ്ലാൻ മൊത്തം കുളമാക്കും. പ്രിയൻ എന്തോന്നും പറയാത്തത്? ഓക്കെ സാർ, ഞാൻ ഫുൾ ടൈം കമ്പനിയിലുണ്ടാവും. താങ്ക് യു പ്രിയൻ. ഓക്കെ സാർ. വരൂ, ഇരിക്കും. ചേച്ചി ഇരിക്കേ. ഇരുന്നോളൂ. പാറുവിന്റെ മുറിയിലെ 4 പേരുണ്ട്. നിങ്ങളെ കൂടി ആ റൂമിലാക്കിയാൽ അത് ഈ കുട്ടികൾക്ക് ബുദ്ധിമുട്ടാവും. കോളേജിലും ജോലിക്കും ഒക്കെ പോകുന്നവരല്ലേ. അതുകൊണ്ട് ആ റൂമിൽ കിടക്കാം. അപ്പൊ ഞങ്ങളോ? നമുക്കെല്ലാവർക്കും കിടക്കാൻ ആ മുറി തന്നത്. പറ്റില്ല, ഞങ്ങൾക്ക് വേറെ മുറി വേണം. പിന്നെ വേറെ മുറി? ആ മുറിയിലെ ഒരു തുണി അങ്ങോട്ട് വിരിച്ചു തരും, അതിലങ്ങോട്ട് കിടന്നാ മതി. അതൊന്നും പറ്റില്ല. ഞങ്ങൾക്ക് വേറെ മുറി തന്നേ പറ്റൂ. മാഡം, ഞങ്ങൾക്ക് വേറെ മുറി വേണം. വലിയ മുറി. ശരി ശരി, റെഡിയാക്കാം. യാത്ര ചെയ്ത് വന്നതല്ലേ, എല്ലാവരും കുളിച്ച് ഫ്രഷ് ആയിക്കോളൂ. അപ്പോഴേക്കും കഴിക്കാൻ എടുത്തു വെക്കാം. മാഡം എല്ലാ ദിവസവും രാവിലെ വന്നിട്ട് വൈകുന്നേരം വീട്ടിൽ പോവായിരിക്കും അല്ലേ? ഞാനും ഇവിടെ തന്നെയാ താമസം. ഇത് തന്നെയാ എന്റെ വീട്. ആഹാ, അപ്പോ മാഡത്തിന്റെ ഭർത്താവും മക്കളും ഒക്കെ ഇവിടെ തന്നെ ആയിരിക്കും അല്ലേ? അമ്മ എന്തൊക്കെയാ ചോദിക്കുന്നേ? അതിന് ഞാൻ തെറ്റായിട്ടൊന്നും ചോദിച്ചില്ലല്ലോ. അതൊന്നും സാരമില്ല പാറു. ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. ഈ ഹോസ്റ്റലിൽ താമസിക്കുന്ന കുട്ടികളാ എന്റെ കുട്ടികൾ. അയ്യോ, ഞാൻ അറിയാതെ ചോദിച്ചു പോയതാ. അതുകൊണ്ടെന്താ, ഒരാളെ പരിചയപ്പെടുമ്പോ എല്ലാവരും ചോദിക്കുന്ന ചോദ്യമല്ലേ ഇത്. ഈ ബാഗെല്ലാം റൂമിൽ കൊണ്ടുവച്ചിട്ട് കുളിച്ചിട്ട് വാ. പാറു, ഇവരെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടു പോ.
വാ ചേച്ചി, വാ അമ്മേ, വാ അമ്പടി. മാഡം, പാറുവിന്റെ മുഖത്തെ സന്തോഷം മാഡം ശ്രദ്ധിച്ചില്ലേ? അമ്മയും ചേച്ചിയും ആ കുട്ടികളെയും കണ്ടതോടെ അവള് കഴിഞ്ഞതെല്ലാം മറന്നു. മാഡത്തിനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഒരു ഹെൽപ്പ് കൂടി മാഡം ഞങ്ങൾക്ക് ചെയ്തു തരണം. പാറു കാരണോ ഋതികയ്ക്ക് ഈ ഹോസ്റ്റലിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്നതെന്നാ മുക്തയും ഡയാനയും അവന്തികയൊക്കെ വിശ്വസിച്ചിരിക്കുന്നത്. അതിന്റെ കണക്ക് തീർക്കാൻ ഒരവസരം നോക്കി നടക്കുക അവര്. പാറു ഒരാളെ പ്രേമിച്ച് കല്യാണത്തിന് തയ്യാറായി പോയതും അതിനെ തുടർന്നുണ്ടായ പ്രശ്നങ്ങളും അവരവളുടെ അമ്മയും ചേച്ചിയെ അറിയിക്കാൻ സാധ്യതയുണ്ട്. അവർക്കത് സഹിക്കാൻ കഴിയില്ല മാഡം. നാട്ടിൻ പുറത്ത് ജനിച്ച് വളർന്നവരല്ലേ. അവരുടെ കണ്ണിൽ അതൊക്കെ വലിയ തെറ്റാ. പാറുമായിട്ട് വഴക്കിട്ട് അവരിപ്പൊ തന്നെ തിരിച്ചു പോവും. മുക്തയും ഡയാനയും പിന്തിരിപ്പിക്കാൻ മാഡത്തിന് മാത്രമേ കഴിയുള്ളൂ. അത് ഞാൻ നോക്കിക്കോളാം. താങ്ക് യു മാഡം. മാഡം, മാഡം, ഇനി എന്റെ മുഖത്ത് പോലും നോക്കില്ലെന്ന് ഞാൻ കരുതിയത്. അത്രയും വലിയ തെറ്റല്ല ഞാൻ ചെയ്തത്. ഇത്രയും വലിയൊരു കാര്യം മാഡം എനിക്ക് വേണ്ടി ചെയ്തു തന്നില്ലേ? ഒരുപാട് നന്ദിയുണ്ട് മാഡം. നന്ദി നന്ദിന്ന് ഇടയ്ക്കിടയ്ക്ക് പറയും, എന്നിട്ട് ചെയ്യുന്നത് നന്ദി കേടും. സാരമില്ലടി, മാഡത്തിന്റെ ദേഷ്യം കുറച്ചു ദിവസം കഴിഞ്ഞ മാറിക്കോളും. നീ നിന്റെ അമ്മയുടെയും ചേച്ചിയുടെയും കൂടെ സന്തോഷായിട്ടിരിക്കെ. നീ എന്നോട് മിണ്ടണ്ട. എന്താടി? നീയും മിണ്ടണ്ട. നിങ്ങൾ ആരും മിണ്ടണ്ട. ഇവക്ക് വീണ്ടും ആ പഴയ ബാധ കൂടിയെന്ന് തോന്നുന്നേ. മാഡത്തിനെ കൂട്ടുപിടിച്ച് നിങ്ങൾ എന്നെ പറ്റിച്ചില്ലേ? അമ്മയും ചേച്ചിയും വിളിച്ചു വരുത്തിയിട്ട് ഒരു സൂചന പോലും തന്നില്ലല്ലോ. മാഡം ദേഷ്യപ്പെടുന്നു, എന്റെ കണ്ണ് കെട്ടുന്നു, അതെല്ലാം നിങ്ങള് ചിരിച്ചോണ്ട് കണ്ടു നിൽക്കുന്നു. അമ്മയും ചേച്ചിയും കാറിന്ന് ഇറങ്ങുന്ന കണ്ടപ്പോ എന്റെ ശ്വാസം നിന്നു പോകുന്ന പോലെ തോന്നി. അറിയോ നിങ്ങക്ക്? നീ ഞങ്ങളെ കുറെ ടെൻഷൻ എടുപ്പിച്ചതല്ലേ? ഞങ്ങൾ അതിന് പ്രതികാരം ചെയ്തതാ, ഇനിയും ചെയ്യും. അമ്മയും ചേച്ചിയും കുളിമുറിയിലെ കുളിക്കാം. എനിക്ക് ആദ്യം കുളിക്കണമെന്നും പറഞ്ഞ് രണ്ടുപേര് അവിടെ കിടന്ന് ബഹളം വെക്കുക. കോമൺ ബാത്റൂമില് രണ്ടുപേർക്ക് ഒരേ സമയം കുളിക്കാലോ. അത് ഞങ്ങൾ ഡീൽ ചെയ്തോളാം. നീ ടെൻഷൻ അടിക്കണ്ട. വാ. ഈ കുളിമുറി കുളിക്കാൻ എനിക്ക് പറ്റില്ല. കുളിമുറി കുളിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. നിനക്ക് കുളിക്കുന്നത് ഇഷ്ടമില്ലെന്ന് നിന്നെ കണ്ടാ തന്നെ അറിയാം. കുളിക്കാനൊക്കെ ഇഷ്ടാ, പക്ഷെ ഇതിനകത്ത് എനിക്ക് കുളിക്കാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം. ടൗണിൽ ഒരു 5 സ്റ്റാർ ഹോട്ടലുണ്ട്, അവിടെ റൂം എടുക്ക്. അവിടുത്തെ സ്വിമ്മിംഗ് പൂളിൽ കുളിക്കാം. ഒരു ദിവസം 20,000 രൂപയാവും. ഉണ്ടോ?